നേഴ്സ് ആവുക എന്നതാണോ നിങ്ങളുടെ ഡ്രീം? BSc നഴ്സിംഗിനും GNM-നും അഡ്മിഷൻ നേടും. ബാംഗ്ലൂർ, മൈസൂർ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ഏറ്റവും മികച്ച കോളേജുകളിൽ തന്നെ CPT-യുടെ പ്രൊഫഷണൽ അസിസ്റ്റൻസിലൂടെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അപ്രൂവൽസ് ഉൾപ്പെടെ എല്ലാ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുള്ള ബെസ്റ്റ് കോളേജസിൽ മാത്രമേ CPT അഡ്മിഷൻ അസിസ്റ്റൻസ് നൽകുന്നുള്ളൂ. മാത്രമല്ല പഠനശേഷം ഇന്ത്യയിലും വിദേശത്തും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഞങ്ങൾ ഓഫർ ചെയ്യുന്നു. നഴ്സിംഗ് മാത്രമല്ല, ഇന്ത്യയിലെ ടോപ്പ് കോളേജുകളിലേക്ക് എല്ലാ പ്രൊഫഷണൽ കോഴ്സുകൾക്കും അഡ്മിഷൻ അസിസ്റ്റൻസ്, ജർമ്മൻ ലാംഗ്വേജ് കോച്ചിംഗ്, അസിസ്റ്റൻസ് ടു ബിക്കം എ രജിസ്റ്റേർഡ് നഴ്സ് ഇൻ ജർമ്മനി എന്നിങ്ങനെ വിവിധ സ്പെഷ്യലൈസ് സർവീസസും CPT നൽകി വരും. ഇനി കുറച്ച് സീറ്റുകൾ മാത്രം. കൂടുതൽ അറിയാൻ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. ഫോൺ നമ്പർ 9895063235 അല്ലെങ്കിൽ 9961019630. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് KM തോമസ് ആണ്. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അരോമ TV-യിൽ എൻ്റെ സാക്ഷ്യവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമായി ധാരാളം ആളുകൾ, ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആ സാക്ഷ്യം കേട്ടത് അവരുടെ ലൈഫിൽ ഒരുപാട് ആശ്വാസം, അനുഗ്രഹമായി തീർന്നു എന്ന് പറയുവാൻ ഇടയായി തീർന്നു. തുടർന്ന് ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെങ്കിൽ അത് അനേക രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഒക്കെ അത് വളരെ പ്രയോജനമാകുമെന്ന് ഒട്ടനവധി പേര് എന്നോട് അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇപ്രകാരം ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ശ്രദ്ധിക്കാവുന്ന, എല്ലാവർക്കും പ്രയോജനമാകാവുന്ന ഒരു വീഡിയോ ആണ്. ഞാനിതിൽ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്ന് ഞാൻ ആമുഖമായിട്ടൊന്ന് സൂചിപ്പിക്കാം. അതിനു മുൻപായി അരോമ TVക്കും ഇതിലേക്ക് അവസരം തന്ന അരോമ TV പ്രവർത്തകർക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് ആമുഖമായിട്ടൊന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെ താല്പര്യത്തോടെ ഇത് കേൾക്കുകയും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേൾക്കുകയും ചെയ്യണമെന്നും അത് വളരെ പ്രയോജനകരമായി തീരുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ +2 എക്സാം കഴിഞ്ഞ് കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഏത് കോഴ്സ് പഠിക്കണം, എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആശങ്കയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം ഒട്ടനവധി വിദ്യാർത്ഥികൾ പല കോഴ്സുകൾ പഠിച്ചിട്ടും ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞിട്ടും നല്ലൊരു ജോലിയൊന്നും കിട്ടാതെ സാമ്പത്തികമായി വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്നാൽ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇപ്പോഴും മറുവശത്ത് +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു 22-23 വയസ്സ് പ്രായമാകുമ്പോൾ പ്രതിമാസം ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വരെ സാലറി വാങ്ങിക്കുന്നതിനുള്ള അവസരം ഇന്ന് എല്ലാ വിദ്യാർത്ഥികളുടെ മുൻപിലും ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ ചിലർ വിചാരിക്കും അങ്ങനെ ഒരു അവസരമൊന്നുമില്ല, എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതാകാമെന്ന് ചിന്തിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കാണണം. അപ്പൊ ഞാൻ പറയുന്നത് സത്യമാണ്, വാസ്തവമാണ് എന്ന് നമുക്ക് ബോധ്യം വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് നല്ല കമന്റുകൾ കൊടുക്കുകയും അത് പരമാവധി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ അതുപോലെ ഒരു മാസത്തിൽ 2 ലക്ഷം 3 ലക്ഷം രൂപ വരെ സാലറി വാങ്ങി വിദേശ ജോലിക്കുള്ള അവസരം ഇന്ന് സാധാരണക്കാരായ കുട്ടികൾക്ക് പോലും സാധ്യമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ കുറച്ച് കുട്ടികളെ, വളരെയധികം കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള ഒരു അവസരം കൂടി വന്നിട്ടുണ്ട്. അത് ഒരു 3 കുട്ടികളെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സ്പോൺസർ ചെയ്യുന്നതിനും, അപ്പൊ എന്ത് കോഴ്സ് പഠിക്കാനാണ്, അതിന്റെ നിബന്ധനകൾ എന്താണ് എന്നൊക്കെ ഞാൻ പിന്നാലെ പറയുന്നതാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കേട്ടിരിക്കണം. അതുപോലെ തന്നെ ഒരു 1000-ഓളം വിദ്യാർത്ഥികൾക്ക് ഭാഗികമായിട്ട് സ്പോൺസർ ചെയ്യുന്നതിനുള്ള അവസരങ്ങളുണ്ട്.
അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ അത്രമാത്രം കുട്ടികൾക്ക് പ്രയോജനം വരുന്നത് നിങ്ങളുടെ അറിവിൽ അങ്ങനെയുള്ള കുട്ടികളിലേക്ക് അത് ഷെയർ ചെയ്യുന്നതിന് ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇനി മറ്റൊരു അവസരം എന്ന് പറയുന്നത് നല്ലൊരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഞങ്ങൾക്കൊരു ടൈപ്പ് ലഭിക്കുന്നതിനിടയായിട്ടുണ്ട്. അപ്പൊ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഇന്ത്യയിൽ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ, നഴ്സിംഗ് പ്രോഗ്രാം, അതുപോലെ മറ്റ് ചില ഡിഗ്രി പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളവർക്ക് 12 മാസം കൊണ്ട് അമേരിക്കയിലെ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് BSc നഴ്സിംഗ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ യൂണിവേഴ്സിറ്റി തന്നെ അവർക്ക് NCLEX RNന്റെ കോച്ചിങ് കൂടി ഈ 12 മാസങ്ങളിൽ കൊടുത്ത് 13ാമത്തെ മാസം അവർക്ക് അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഒരു വർഷത്തില് ഒരു 50-60 ലക്ഷം രൂപയൊക്കെ സാലറി ലഭിച്ച് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു അവസരം കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെയുള്ള പേയ്മെന്റ് ഒക്കെ യൂണിവേഴ്സിറ്റിക്ക് നേരിട്ട് അടയ്ക്കാം. ഞങ്ങൾ അതിനകത്തൊന്നും 1 രൂപ പോലും ആരോടും ഇങ്ങനെ ഒരു അമേരിക്കയിൽ പഠിക്കാമെന്നൊന്നും പറഞ്ഞ് ഒരാളുടെ അടുത്ത് 1 രൂപ പോലും കളക്ട് ചെയ്യുന്നില്ല. ഇനി മറ്റൊരവസരം എന്ന് പറയുന്നത് ഈ +2 കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ എന്തൊക്കെ കോഴ്സുകളുണ്ട് എന്നതിനെ കുറിച്ചും വളരെ കുറച്ച് കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമാണ് അതിനെക്കുറിച്ചൊക്കെ വേണ്ടതുപോലെയുള്ള ഒരു അവയർനെസ് ഉള്ളത്. ധാരാളം പേരും ഇപ്പോഴും ചെറിയ കോഴ്സുകൾ, ഇപ്പൊ 6 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ നാട്ടിൽ ITI ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പല കോഴ്സുകളൊക്കെ പഠിച്ച് പിന്നീട് ഒരു ജോലി കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഞാൻ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാമെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾ പഠിച്ചാലാണ് ഇപ്പൊ ഏറ്റവും നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്പം വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കഴിയും. ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ അഡ്മിഷനെ കുറിച്ചാണ്. നമുക്കറിയാമല്ലോ, ഇന്നിപ്പോൾ 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നീറ്റ് എക്സാം എഴുതുന്നത്. എന്നാൽ അതിന് സീറ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ 1 ലക്ഷത്തിലധികം അത്രമാത്രം സീറ്റുകളെ ഉള്ളൂ. അതിനു വേണ്ടിയാണ് 23 ലക്ഷത്തിലധികം കുട്ടികൾ നീറ്റ് എക്സാം എഴുതുന്നത്. അപ്പൊ പലരും +2 99% മാർക്കുള്ള വിദ്യാർത്ഥികൾ പോലും 2-3 വർഷം നീറ്റ് എക്സാം എഴുതിയിട്ടും അവർക്കൊരു MBBS അഡ്മിഷൻ കിട്ടാതെ അത് കഴിയുമ്പോൾ അവർ നഴ്സിംഗോ മറ്റു കോഴ്സുകളോ ഒക്കെ പഠിക്കുന്ന ഒരു അവസ്ഥ കൂടി നമുക്കറിയാം. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നല്ല യൂണിവേഴ്സിറ്റികളിൽ MBBS പഠിക്കുന്നതിനുള്ള അവസരമുണ്ട്. ഞാൻ ഇതുവരെയായിട്ടൊരു 150-ലധികം കുട്ടികൾക്ക് ഏറ്റവും നല്ല നിലയിൽ, അതിൽ ഒരാൾക്ക് പോലും ഒരു പരാതിയോ പ്രശ്നങ്ങളോ വന്നിട്ടില്ല. 150-ലധികം പേർക്ക് വിദേശ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കൊടുത്ത് അവരെല്ലാം ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ US ഉൾപ്പെടെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു കരിയർ നേടുവാൻ കഴിഞ്ഞു. വിദേശ രാജ്യത്ത് പോയി മെഡിസിൻ പഠിക്കണമെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണം എന്ന നിർബന്ധമില്ലെങ്കിൽ, അതായത് അവർ വിദേശ രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആകാതെയും അവിടെ മെഡിസിൻ പഠിക്കാൻ പറ്റും. എന്നാൽ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിലാണ് നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആയിട്ട് നമ്മൾ വിദേശ രാജ്യത്ത് MBBS പഠിക്കേണ്ടത്. അതിൽ ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ഒരു പൂർണ്ണമായിട്ടും MBBS പഠിക്കുന്നതിനുള്ള ഒരു സ്പോൺസർഷിപ്പ് ചെയ്യാനുള്ള ഒരു അവസരങ്ങളും ഒരു കുട്ടിക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള. അപ്പൊ ഇത് എത്ര നല്ലൊരു അവസരമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുകയും മാത്രമല്ല ഈ അവസരത്തെ കഴിയുന്നതും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ MBBS ഒരാൾക്ക് സ്പോൺസർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരമുണ്ട്. മറ്റനേക വിദ്യാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചിട്ട് ആ പഠനത്തോടൊപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ് മെഡിക്കൽ ലൈസൻസിങ് എക്സാം USMLE, അപ്പൊ USMLEയുടെ കോച്ചിങ് കൂടി അതോടൊപ്പം തന്ന് ഈ കോഴ്സ് കഴിഞ്ഞ് US പോയിട്ട് റെസിഡൻസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ US റെസിഡൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് 1 രൂപ പോലും അങ്ങോട്ട് ഫീസ് കൊടുക്കണ്ട. നമുക്ക് പ്രതിമാസം സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് നമുക്ക് US മെഡിസിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ കഴിയും. പക്ഷെ ഇതൊക്കെ വളരെ കുറച്ച് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും മാത്രമേ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ UK പോയി പ്ലാബ് എന്നുള്ള എക്സാം എഴുതിയിട്ട് UK പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇനി മറ്റു ചില അവസരങ്ങൾ എന്ന് പറയുന്നത് ജർമ്മൻ സംബന്ധമായ അവസരങ്ങളാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവസരമുള്ള ഒരു രാജ്യമാണ് ജർമ്മനി. എന്നാൽ ജർമ്മനിയിൽ പോയി പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ പോയി ജോലി ചെയ്യണമെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കണം.
അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പലരും വിചാരിക്കുന്നു ജർമ്മൻ ഭാഷ പഠിക്കുന്നത് വളരെ പ്രയാസമാണ്. ഇത് സത്യത്തിൽ ഒരു തെറ്റിദ്ധാരണയാണ്. ജർമ്മൻ ഭാഷ പഠിക്കുവാൻ നമുക്ക് നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആവുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്നത് പോലെ അത്രയൊന്നും പ്രയാസമില്ല. ഒരു കുട്ടി പരിശ്രമിക്കാമെങ്കിൽ തീർച്ചയായിട്ടും പാസ്സാകാൻ കഴിയും. പക്ഷെ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഒരു 8 മാസം അല്ലെ 10 മാസം കൊണ്ടാണ് യാതൊരു അറിവുമില്ലാത്ത ഒരു പുതിയ ഭാഷ പഠിച്ചിട്ട് അതിന്റെ B2 ലെവൽ എക്സാം എഴുതാൻ ശ്രമിക്കുന്നത്. ഈ വളരെ പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടാണ് അത് ടഫാണെന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോ ആ തെറ്റിദ്ധാരണ മാറ്റി ജർമ്മനിയിലേക്കുള്ള അവസരങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ലാംഗ്വേജിന്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ്. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ജർമ്മനി തൊഴിലന്വേഷിക്കുന്നവർക്ക് പറ്റും, അത് ജർമ്മനിയിൽ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാം, നഴ്സുമാർക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് പോലും പഠിക്കാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ജർമ്മൻ ലാംഗ്വേജിന്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പൊ ആ ഫൗണ്ടേഷൻ കോഴ്സിന് ഞങ്ങള് അതുപോലെ തന്നെ ജർമ്മൻ A1, A2, B1, B2 ഈ ലെവലുകളെല്ലാം ഓൺലൈനായിട്ട് നല്ല വീഡിയോകളിൽ കൂടി അതൊരു ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ മെച്ചമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന അതിന് ഞങ്ങളൊരു മൊബൈൽ ആപ്പ് ഉടനെ ലോഞ്ച് ചെയ്യുകയാണ്. അതിന്റെ വർക്ക് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഞങ്ങള് ഈ ഏപ്രിൽ മാസം 3-ാം തീയതി അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിൽ ഫൗണ്ടേഷൻ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് 1200 രൂപ മാത്രം പേ ചെയ്താൽ മതി. അത്രയും കുറഞ്ഞ റേറ്റിലാണ് അത് കിട്ടുന്നത്. ഇനി A1, A2, B1, B2 ആണെങ്കിലും ഇന്ന് മാർക്കറ്റിലുള്ളതിനേക്കാൾ വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങള് അത് ഓൺലൈനായിട്ട് പഠിക്കുന്നതിനും ഓഫ്ലൈനായിട്ട് പഠിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. നഴ്സുമാർക്ക് ജർമ്മൻ പഠിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ എവിടെയും ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികൾക്ക് തികച്ചും സൗജന്യമായിട്ട് 1 രൂപ പോലും ഫീസ് നൽകാതെ വേൾഡ് ക്ലാസ് ഫെസിലിറ്റികളുള്ള, അത്രമാത്രം ഉയർന്ന റാങ്കിംഗ് ഉള്ള ജർമ്മൻ യൂണിവേഴ്സിറ്റികളിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം സൗജന്യമായിട്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇങ്ങനെ ജർമ്മനിയിൽ ഒട്ടനവധി അവസരങ്ങളുണ്ട്. അതുപോലെ +2 കഴിയുന്ന കുട്ടികൾക്ക് ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കാനാണ് കൂടുതൽ കുട്ടികൾ പോകുന്നതെങ്കിലും ഞങ്ങൾ ഇപ്പോഴും 35ഓളം കോഴ്സുകൾ ജർമ്മനിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഈ ജർമ്മൻ കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയുമായിട്ട് ഞങ്ങൾ ഒരു B2B ടൈപ്പ് ചെയ്യുകയും ആ ഒരു B2B ടൈപ്പില് ജർമ്മനിയിലേക്കുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടാതെ മറ്റൊരു അവസരം എന്ന് പറയുന്നത്, ഈ വീഡിയോ കേൾക്കുന്ന പലർക്കും ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആകാൻ വേണ്ടിയിട്ട്, അപ്പൊ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആകാമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ കഴിയും. നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിലും വിവിധ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള അഡ്മിഷൻസിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തോട് ചേർന്ന് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങൾ തരുന്നതിന് വേണ്ടി താല്പര്യമുണ്ട് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക്. അപ്പൊ അതിനൊന്നും ഞങ്ങൾ 1 രൂപ പോലും ഫീസ് വാങ്ങിക്കാതെ നിങ്ങൾക്ക് ഈ അവസരങ്ങളൊക്കെ സൗജന്യമായിട്ട് തരാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കാമെങ്കിൽ നിങ്ങൾ എത്രമാത്രം അതിനകത്ത് എഫേർട്ട് എടുക്കുന്നതനുസരിച്ച് 1 മാസത്തിൽ നമുക്കൊരു 1 lakh മുതൽ നിങ്ങൾക്ക് നല്ല കോണ്ടാക്ട് ഉണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് 1 മാസം ഒരു 3 to 5 lakhs വരെ വേണമെങ്കിലും നിങ്ങൾക്ക് ലീഗലായിട്ട് ഏൺ ചെയ്യാം. അപ്പം കാരണം ഈ ഫോറിൻ അഡ്മിഷൻ ഒരു കൺസൾട്ടന്റ് ആകുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ലൊരു കരിയറാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഏറ്റവും സെറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് അതിനു വേണ്ടുന്ന ട്രെയിനിങ്ങും കോച്ചിങ്ങും എല്ലാ കാര്യങ്ങളും തന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി ഞാൻ നമ്മുടെ വീഡിയോയിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കടന്നു വരാം. ആദ്യമായിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് നഴ്സിംഗ് പഠനത്തെ കുറിച്ചാണ്. ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ വർഷം 90,000-ലധികം കുട്ടികളാണ് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് ഗവൺമെന്റിലും പ്രൈവറ്റ് കോളേജുകളിലും ചേർത്ത് 10,000-ഓളം സീറ്റുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 90,000-ഓളം സ്റ്റുഡൻസിന് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. മാത്രമല്ല, ഏറ്റവും പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ കഴിഞ്ഞ 27 വർഷമായിട്ട് നഴ്സിംഗും മറ്റെല്ലാ കോഴ്സുകൾക്കും കേരളത്തിന് പുറത്തേക്കും വിദേശ രാജ്യത്തേക്കും ഒക്കെ ഏറ്റവും നല്ല നിലയിൽ അഡ്മിഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകിയിട്ടും ഒരു കുട്ടികളുടെ ഭാഗത്തു നിന്ന് പോലും ഒരു പരാതികൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ ഇടയാകാതെ ചെയ്യുവാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയാൻ തൊട്ടും കഴിയും. നമ്മൾ ഇത് കേൾക്കുന്ന പുറത്തു പോകുന്ന കുട്ടികളൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു പല പ്രശ്നങ്ങൾക്കും ഒക്കെ അടിമകളായി പല പ്രശ്നങ്ങളെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നാം കേൾക്കുകയും ചിന്തിക്കുകയും ആശങ്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണെങ്കിലും ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത്, ദൈവത്തിന്റെ വലിയൊരു കൃപയാൽ ഇത്രമാത്രം വിദ്യാർത്ഥികൾ ഞങ്ങൾ വഴി പഠിച്ചിട്ടും ഒരു കുട്ടിക്ക് പോലും അങ്ങനെയുള്ള ഒരു അവസ്ഥകളൊന്നും വരാതെ പഠിക്കുവാനുള്ള ഒരവസരം ഉണ്ടായി എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾ വിദ്യാർത്ഥികളുടെ പഠനത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആശങ്കകൾ ഒഴിവാക്കിക്കൊണ്ട് പഠിക്കുന്നതിനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാൻ തൊക്കെ കഴിയും. പിന്നെ ഞങ്ങൾ അഡ്മിഷൻ ചെയ്യുന്നതാണെങ്കിലും 100% സത്യസന്ധമായിട്ടാണ്. കോളേജിലുള്ളതിനേക്കാളും 1 രൂപ പോലും ഞങ്ങൾ കൂട്ടി വാങ്ങിക്കത്തില്ല. ഇല്ലാത്ത ഫെസിലിറ്റികൾ ഉണ്ടെന്ന് പെരുപ്പിച്ച് പറയത്തില്ല. ഒരു കോളേജിൽ എന്താണോ യഥാർത്ഥമുള്ള അവസ്ഥ ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് കോളേജിൽ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് പേയ്മെന്റ് കോളേജിൽ അടച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കോളേജിൽ നേരിട്ട് കൊടുത്ത് അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം കൂടി, നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ വിദേശ ജോലി ആഗ്രഹിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്നാൽ വിദേശ ജോലി ലഭിക്കണമെങ്കിൽ നഴ്സിംഗിന്റെ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, പ്രധാനമായിട്ടും IELTS അല്ലെങ്കിൽ OET എന്ന എക്സാം എഴുതി അത് പാസ് ഔട്ട് ആകണം. എന്നാൽ IELTS പാസ്സാകുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. പല വിദ്യാർത്ഥികളും 6ഉം 7ഉം പ്രാവശ്യം ഇപ്പൊ നഴ്സിംഗ് പരീക്ഷ കഴിഞ്ഞ് പാസ് ഔട്ടായി എന്നിട്ട് ഒരു 6-7 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ഈ IELTS എഴുതിയിട്ട് പോലും പാസ്സാകാത്ത 10,000-കണക്കിന് നഴ്സുമാര് കേരളത്തിലുണ്ട്. എന്നാൽ ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യം, ഏതൊരു നഴ്സിംഗ് സ്റ്റുഡന്റിനും നഴ്സിംഗ് പാസ് ഔട്ട് ആകുന്ന ആ ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ IELTS പാസ്സാകാൻ വേണ്ടിയുള്ള ഒരു ലളിതമായ മാർഗത്തെ കുറിച്ച് കൂടി പറയുകയും ആ മാർഗത്തെക്കുറിച്ച് പറഞ്ഞു തരിക മാത്രമല്ല ഞങ്ങളത് ചെയ്തു തരിക കൂടി ചെയ്യാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, +2 കഴിഞ്ഞിട്ട് ഒരു 6-7 മാസം കഴിയുമ്പോഴാണ് നഴ്സിംഗിന്റെ ക്ലാസ് തുടങ്ങുന്നത്. ഈ ഒരു 6-7 മാസക്കാലം സാധാരണഗതിയിൽ വിദ്യാർത്ഥികള് അവര് കാര്യമായിട്ടൊന്നും ചെയ്യാതെ വെറുതെ പാഴാക്കി കളഞ്ഞൊരു സമയമാണ്. അപ്പൊ ഞങ്ങൾ പറയുന്നത്, ഈ 6 മാസം 7 മാസം ഒരിക്കലും പാഴാക്കി കളയരുത്. ഈ 6-7 മാസക്കാലം ഞങ്ങൾ ഏറ്റവും നല്ല ഫാക്കൽറ്റികളെ ഉപയോഗിച്ചുകൊണ്ട്, അതും ഞങ്ങള് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് ഭാഷയുടെ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനവുമായിട്ട് ടൈപ്പ് ചെയ്ത് ഒരു B2B പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ അത് ചെയ്തു തരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 6 മാസം കൊണ്ട് വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം വളരെയധികം ഇംപ്രൂവ് ചെയ്യാനും അവർക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ അവർക്ക് പ്രാവീണ്യം ഉണ്ടാകും. അപ്പൊ ആ രീതിയിൽ ആ ക്ലാസ്സിനെ തരാൻ പറ്റും. അത് നിങ്ങൾ ഞങ്ങൾ വഴി നഴ്സിംഗ് അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഈ പ്രോഗ്രാം ഒരു വ്യവസ്ഥകൾക്ക് വിധേയമായിക്കൊണ്ട് സൗജന്യമായിട്ട് തരാം. അല്ലെങ്കിൽ വിചാരിക്കും ഇതെല്ലാം പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓരോരോ തന്ത്രങ്ങളാണെന്നൊക്കെ ചിലപ്പോഴും കേൾക്കുന്നവർക്ക് ചിന്തിക്കാം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സൗകര്യം പോലും ഞങ്ങൾ ഒരുക്കി തരാം. അപ്പോഴത്തേക്കൊരു വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വഴി അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് വലിയ ലാഭം എടുക്കും. ഒരിക്കലുമില്ല. കാരണം ഞങ്ങൾ വഴി അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഏത് കോളേജിൽ എടുക്കുന്നോ ആ കോളേജിനുള്ള ഫീസ് മാത്രം മതി, അല്ലാതെ 1 രൂപ പോലും നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കേണ്ട. ഓക്കെ, ഇനി മറ്റൊരു വലിയൊരു അവസരം എന്ന് പറയുന്നത്, ഭാവിയിലെ നഴ്സുമാർക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു, ജർമ്മനിയിലും ഓസ്ട്രിയ, ബെൽജിയം, ലക്സംബർഗ്, സ്വിറ്റ്സർലാൻഡ് ഈ രാജ്യങ്ങളിലാണ് ഭാവിയിലെ നഴ്സുമാർക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വരാനിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ജർമ്മൻ ഭാഷ പഠിക്കുന്നത് നഴ്സിംഗ് സ്റ്റുഡൻസിനും നഴ്സുമാർക്കും ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡിലൊക്കെ പോയി വർക്ക് ചെയ്യാമെങ്കിൽ നിങ്ങളൊന്ന് നമ്മളെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാം, 8 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെ ഒരു മാസത്തിൽ സാലറി വാങ്ങിക്കാൻ കഴിയും. അതിനുവേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ 6-7 മാസം പാഴാക്കി കളയുന്ന സമയത്ത് ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ കൂടി പഠിക്കാൻ സമയം കണ്ടെത്താം. ഈ 2 ഭാഷയും നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു 6-7 മാസം കാലം കൊണ്ട് ജർമ്മൻ ഭാഷ A1, A2, B1 ഈ 3 ലെവലുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതോടൊപ്പം ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം വർദ്ധിപ്പിക്കാം. ഈ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നഴ്സിംഗ് കോളേജിൽ പോയി ചേർന്ന് കഴിയുമ്പോൾ നിങ്ങളൊരു ആഴ്ചയിൽ 1-2 ദിവസം അല്പസമയം ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാമെങ്കിൽ, അപ്പൊ നിങ്ങൾ പറയും നഴ്സിംഗ് പഠിക്കുന്നവർ വളരെ ടഫാണ്, ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കണം. എന്നിരുന്നാലും എനിക്കറിയാം നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളും ധാരാളം സമയം പാഴാക്കി കളയുന്നുണ്ട്. നിങ്ങൾ പാഴാക്കി കളയുന്ന സമയത്തിന് കുറച്ച് സമയം ജർമ്മൻ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാമെങ്കിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ആപ്പ് വഴിയുള്ള ജർമ്മൻ ഭാഷ പഠനം നിങ്ങൾക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. ഞങ്ങൾ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ തരാം. അങ്ങനെ നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒറ്റ ചാൻസിൽ തന്നെ ജർമ്മന്റെ B2 പരീക്ഷ പാസ്സാകാൻ കഴിയും. കാരണം നിങ്ങൾ നഴ്സിംഗ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് B2 വരെയുള്ള ക്ലാസ് തരാം. പിന്നെ 4 വർഷമുണ്ട് നിങ്ങൾക്ക് B2 പാസ്സാകാൻ വേണ്ടി, B2 കോച്ചിങ് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് 4 വർഷം കിട്ടും. അപ്പൊ ആ 4 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ജർമ്മൻ വീഡിയോകൾ കാണാം, ജർമ്മൻ ന്യൂസ് പേപ്പർ വായിക്കാം, അല്ലെങ്കിൽ ജർമ്മനിയിലുമായിട്ടുള്ള പല ഇന്ററാക്ഷൻസിനുള്ള അവസരങ്ങൾ കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നഴ്സിംഗ് ഫൈനൽ ഇയർ കഴിയുന്ന സമയത്ത് തന്നെ ജർമ്മൻ ഭാഷയുടെ എക്സാം കൂടി പാസ്സാകാൻ കഴിയുകയും, അങ്ങനെ പാസ്സാകാമെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് 1 രൂപ പോലും മുടക്കാതെ ജർമ്മനിയിൽ ജോലി കണ്ടെത്താനുള്ള അവസരങ്ങളുണ്ട്. ആ കാര്യത്തിലും നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്നത് ഒരു വലിയൊരു അവസരത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ അവസരം മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരും തീർച്ചയായിട്ടും അതിന് നല്ല കമന്റുകൾ ചെയ്യുക. അതിന് കഴിയുന്നത്ര നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും ഫ്രണ്ട്സിലേക്കും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു അവസരമായിട്ട് തീരും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ലേ നഴ്സിംഗ് പഠിക്കാൻ പറ്റത്തുള്ളൂ? തീർച്ചയായിട്ടും അല്ല. കൊമേഴ്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കും അവർക്കും നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പറ്റും. ജനറൽ നഴ്സിംഗ് എന്ന കോഴ്സ് പഠിക്കാം. അപ്പൊ ഈ ജനറൽ നഴ്സിംഗ് പഠിച്ചാൽ വലിയ ജോലിയൊന്നും കിട്ടത്തില്ലെന്നാണ് പലരും തെറ്റായിട്ട് ചിന്തിക്കുന്നത്. എന്നാലും നിങ്ങളൊന്ന് അന്വേഷിക്കുവാണെങ്കിൽ മനസ്സിലാകും, ഇന്നിപ്പോൾ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും അറിയപ്പെടുന്ന പല നഴ്സിംഗ് കോളേജിന്റെയും പ്രിൻസിപ്പാൾമാര് പോലും അവരുടെ +2 ലെവൽ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്, സയൻസ് പഠിച്ചിട്ടുള്ളവരല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിലും സയൻസ് പഠിക്കാത്തൊരു കുട്ടിക്ക്, കൊമേഴ്സ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്കോ, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടില് +2 പാസ്സാകുന്ന ഒരു കുട്ടിക്കോ ഭാവിയിൽ നിയമപരമായിട്ട് തന്നെ ഒരു നഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൾ ആകാൻ പോലും കഴിയും. അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ജനറൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് 2 വർഷത്തെ പോസ്റ്റ് BSc നഴ്സിംഗ് പഠിച്ചാൽ മതി. ഈ 2 വർഷത്തെ പോസ്റ്റ് BSc നഴ്സിംഗ് പഠിച്ചാൽ പിന്നെ നിങ്ങൾ +2 ലെവലിൽ സയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമില്ല, നിങ്ങളൊരു BSc നഴ്സായി. ഇനി BSc നഴ്സിംഗ് ആയിക്കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത 2 വർഷം കൂടെ പഠിച്ചാൽ നിങ്ങൾക്കൊരു MSc നഴ്സ് ആകാം. MSc നഴ്സിംഗ് ആകാമെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു നഴ്സിംഗ് കോളേജിൽ വേണമെങ്കിലും ഒരു ട്യൂട്ടറായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അപ്പൊ ട്യൂട്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗിൽ ഡോക്ടറേറ്റ് ചെയ്യാം, നഴ്സിംഗിൽ PhD എടുക്കാം. അപ്പൊ അങ്ങനെ PhD എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു നഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൾ ആകാം. ഇനിയിപ്പോൾ PhD ഇല്ല, MSc നഴ്സിംഗ് മാത്രമുള്ള പ്രിൻസിപ്പൾമാർ പോലും ധാരാളം പ്രിൻസിപ്പൾമാരുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ
കൊമേഴ്സ് പഠിച്ചിട്ടുള്ള ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങൾക്കൊരു ജനറൽ നഴ്സിംഗ് പഠിച്ച് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് MS നഴ്സിംഗ് എടുത്തിട്ട് വിദേശത്ത് പോകണമെന്ന് നിർബന്ധമില്ല. നാട്ടിൽ നിന്നാലും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കരിയർ കിട്ടും. ഇനി നിങ്ങൾക്ക് ഡിഫൻസ് മേഖലയിൽ താല്പര്യമുണ്ട്, പട്ടാളത്തിലൊക്കെ പോകണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞു, പോസ്റ്റ് ബി എസ് സി എടുത്തു, അല്ലെങ്കിൽ BSc നഴ്സിംഗ് എടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ഡിഫൻസിലേക്ക് ശ്രമിക്കാമെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന ശാരീരിക യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാപ്റ്റൻ റാങ്കിലേക്കൊക്കെ സെലക്ഷൻ കിട്ടി തുടർന്ന് നിങ്ങൾക്ക് മേജർ, കേണൽ, ബ്രിഗേഡിയർ തുടങ്ങിയ വലിയ ഉന്നതമായ പദവികളിലേക്കൊക്കെ എത്താൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ വഴി നഴ്സിംഗ് എടുത്തിട്ടുള്ള വളരെ പാവങ്ങളായിട്ടുള്ള കുട്ടികൾ, ഒരു കുട്ടിയെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ആ കുട്ടി ഇടുക്കിയിലാണ് വീട്. സ്വന്തമായിട്ടൊരു കിടപ്പാട് പോലും ഇല്ലാതെ ഒരു പാറപ്പുറത്ത് കുടില് കെട്ടി താമസിച്ചുകൊണ്ടിരുന്ന വീട്ടുകാരാണ്. അപ്പൊ ആ കുട്ടിയുടെ പേരൻസ് ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവർ നഴ്സിംഗ് ഒക്കെ എടുത്തത്. ഇപ്പൊ ആ കുട്ടി ആർമിയില് ക്യാപ്റ്റൻ ആയിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ ഒരുപാട് പേര് അറിയാം. അപ്പൊ അത്രയ്ക്ക് വലിയ അവസരങ്ങളുണ്ട്. പക്ഷേ പല മാതാപിതാക്കളും പല വിദ്യാർത്ഥികളും ഈ അവസരങ്ങളൊക്കെ മനസ്സിലാക്കാതെ ഏതെങ്കിലും ഡിഗ്രി കോഴ്സിനും 6 മാസത്തെ കോഴ്സും ഒക്കെ പോയി ഒരു ജോലിയും കിട്ടാതെ പ്രയാസപ്പെട്ട് ജീവിതം നരകതുല്യമാക്കി കളയുകയാണ്. എന്നാൽ എത്രയോ അവസരങ്ങൾ മുൻപിലുണ്ട്. അപ്പൊ ഈ ജനറൽ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഒരു 3.5 ലക്ഷം 4 ലക്ഷം രൂപയുടെ ചെലവാണ് വരുന്നത്. അപ്പൊ അവരുടെ കോഴ്സിന്റെ 3 വർഷത്തെ ഫീസ്, ഭക്ഷണം, താമസം ഇത്രയും ഉൾപ്പെടെ. ഞങ്ങളിപ്പോൾ ഒരു 3 കുട്ടികൾക്ക് ജനറൽ നഴ്സിംഗ് മുഴുവൻ ഒരു ചിലവ് പോലും എടുക്കാതെ പൂർണ്ണമായിട്ടും 100% സ്പോൺസർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 കുട്ടികളെ തികച്ചും സൗജന്യമായിട്ട് ഒരു പൈസ പോലും അവർ മുടക്കാതെ 3 കുട്ടികളെ സൗജന്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷെ 3 കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു 500 പേരെങ്കിലും അപ്ലൈ ചെയ്യണം. അപ്പൊ അതുപോലെ കുട്ടികൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിധത്തിലുള്ള അപ്ലിക്കേഷൻ ഫീസ് ഇല്ല, ഒരു വിധത്തിലുള്ള പ്രോസസ്സിംഗ് ഫീസ് വേണ്ട. ഇതെല്ലാം ഞങ്ങൾ അങ്ങനെ 1 രൂപ പോലും വാങ്ങിക്കാതെ നൽകി തരുന്ന ഒരു സേവനമാണ്. അപ്പൊ നിങ്ങൾക്ക് കഴിയുന്നത്ര കുട്ടികളോട് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയിക്കണം. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഞങ്ങൾ ഒരു 1000-ഓളം കുട്ടികൾക്ക് ഭാഗികമായിട്ട് സ്പോൺസർഷിപ്പ് ചെയ്യുന്നതിനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ഭാഗികമായിട്ട് സ്പോൺസർഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാല് കുട്ടിയുടെ കോഴ്സിന്റെ ഫീസും ഹോസ്റ്റൽ ഫീസും കുട്ടി അടയ്ക്കണം, അല്ലെ കുട്ടിയുടെ രക്ഷകർത്താക്കൾ അടയ്ക്കണം. അപ്പൊ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 3.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് ഈ കോഴ്സ് പഠിച്ചു തീരുന്നതിന് വേണ്ടി ടോട്ടൽ വരുന്ന എക്സ്പെൻസ്. അതിലൊരു 3 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെ ബാങ്കിൽ നിന്നും ഈടും ജാമ്യം ഒന്നും നൽകാതെ എഡ്യൂക്കേഷൻ ലോൺ ലഭ്യമാണ്. പിന്നെ മാതാപിതാക്കൾ കയ്യിൽ നിന്ന് മുടക്കേണ്ടത് ഒരു 50,000 രൂപയൊക്കെ കയ്യിൽ നിന്ന് മുടക്കിയാൽ മതിയാകും. എന്നാൽ ഇത് കൂടാതെ ഈ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ പേരൻസ് മറ്റു കുറെ എമൗണ്ട് കൂടി അവരുടെ യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക്, സ്റ്റഡി മെറ്റീരിയൽ, എക്സാം ഫീസ്, മറ്റു പല ഫീസുകൾ കോളേജുകൾ ആവശ്യപ്പെടുകയും ഈ പറയുന്ന ഫീസ് കൂടാതെ വലിയൊരു തുക കൂടി അഡീഷണൽ ആയിട്ട് ചെലവാക്കേണ്ടി വരും. അപ്പോൾ പല മാതാപിതാക്കളുടെയും പ്രശ്നം അതാണ്, ഈ പറയുന്ന ഫീസൊന്നും അല്ല, ഒരുപാട് തുക അത് കൂടാതെ ചെലവാക്കേണ്ടി വരുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഞങ്ങൾ ഈ ഭാഗികമായിട്ട് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഫീസും ഹോസ്റ്റൽ ഫീസും മാത്രം അടച്ചാൽ മതി, വേറെ 1 രൂപ പോലും അടയ്ക്കണ്ട. ബാക്കിയുള്ള മുഴുവൻ തുക അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തി തരാം. അപ്പൊ അതെന്ത് ആശ്വാസമാണ്. അതോടൊപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, അത് നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിലാണ് ഈ ഒരു കാര്യം ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ സൗജന്യമായിട്ട് ജർമ്മൻ ഭാഷയും പഠിപ്പിച്ച് സൗജന്യമായിട്ട് അഡ്വാൻസ്ഡ് ഫൗണ്ടേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കോഴ്സുകൾ തന്ന് സൗജന്യമായിട്ട് തന്നെ IELTS OET കോഴ്സുകൾ പഠിപ്പിച്ച് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് പഠനം കഴിഞ്ഞ് 1 വർഷമാകുമ്പോൾ തന്നെ ഒരു വിദേശ ജോലി ലഭിച്ച് പ്രതിമാസം
2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ സാലറി വാങ്ങിക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ 3 കുട്ടികളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്ന കാര്യം. ആ 3 കുട്ടികളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നത് അവര് വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവരല്ല. അവർ ഇന്ത്യയിൽ തന്നെ പോസ്റ്റ് PhD എടുത്ത് MSc നഴ്സിംഗ് എടുത്ത് PhD ഒക്കെ എടുത്ത് ഇന്ത്യയിൽ തന്നെ ഒരു നഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൾ ഒക്കെ ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന, അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹമുള്ള, ഉള്ളിന്റെ ഉള്ളിൽ തീഷ്ണമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുള്ള 3 പേരെയാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളെയാണ്. പിന്നെ എനിക്ക് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്കാണെങ്കിലും ഏറ്റവും അധികം നിങ്ങൾ എല്ലാവരും പലരെയും സഹായിക്കണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കാം. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പം വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നവരെ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ വിവാഹപ്രായം എത്തി ഇപ്പൊ അങ്ങനെ വരുമ്പോൾ വിവാഹ സഹായം നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതൊന്നും മോശമെന്ന് ഞാൻ പറയുമല്ല, തീർച്ചയായിട്ടും അതൊക്കെ നല്ല കാര്യമാണ്, ചെയ്യേണ്ടതാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും നിങ്ങൾക്ക് ചാരിറ്റബിൾ ആക്ടിവിറ്റി, ഒരു ചാരിറ്റി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ല നിങ്ങളൊരു സമൂഹത്തിനൊരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഏറ്റവും നല്ല കാര്യം ഒരു കുട്ടിയെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യുക. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്യണം. അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വേണമെങ്കിലും ചെയ്യാം, ഭാഗികമായിട്ടാണെങ്കിലും ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അത് അർഹതയുള്ളവരെ സെലക്ട് ചെയ്തിട്ട് ചെയ്യണം. അപ്പൊ അതല്ലാതെ അർഹതയില്ലാത്തവർക്ക് അത് ചെയ്തുകൊണ്ടും വലിയ പ്രയോജനം കിട്ടത്തില്ല. അപ്പൊ എന്താണ് ഈ അർഹത? അർഹത എന്ന് പറഞ്ഞാല് അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ മാത്രമല്ല അർഹത. അല്ലെങ്കിൽ അവര് A+ വാങ്ങിച്ചിട്ടുണ്ട്, നല്ല മാർക്കുണ്ട്, ഈ 2 കാര്യങ്ങൾ മാത്രമല്ല അതിന്റെ അർഹത. അപ്പൊ അതിന്റെ അർഹത എന്ന് പറയുന്ന ഏറ്റവും ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊരു ഗ്രാറ്റിറ്റ്യൂഡുള്ള, ഒരു നന്ദിയുള്ള കുട്ടികളും മാതാപിതാക്കളും ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് മറ്റുള്ളവരെയും അവരുടെ ജീവിതത്തിൽ ഉയർന്നു വരുമ്പോൾ മറ്റുള്ളവരെയും ഇതുപോലെ സഹായിക്കണം എന്നൊക്കെ ഒരു മനസ്സുള്ളവരാകണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സത്യസന്ധത ഉള്ളവരായിരിക്കണം. കുറച്ച് നന്മയുള്ള നല്ല കുട്ടികളെ, നല്ല മനുഷ്യരെ സെലക്ട് ചെയ്തിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിൽ ഇങ്ങനെയുള്ള നല്ല മനുഷ്യരെ കണ്ടുപിടിച്ച് അവരെ നിങ്ങൾ സഹായിക്കണം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് തരാം, നിങ്ങൾക്ക് അവരെ സഹായിക്കാം. പിന്നെ നിങ്ങൾ അതിനെ സഹായിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു വിവാഹം നടത്തുന്നു, നിങ്ങളൊരു വീട് വയ്ക്കുന്നു, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നു, നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ല ഒരു അവസരങ്ങളൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ നടക്കുമ്പോൾ നിങ്ങൾക്കൊരു കുട്ടിയെ പഠനത്തിന് വേണ്ടി സഹായിക്കാം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാം അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചെയ്യാൻ തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ തീരുമാനം എടുക്കുവാണെങ്കിൽ അതിന് അർഹതയുള്ള നല്ല കുട്ടികളെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തി തരാം. പക്ഷെ അതിനകത്ത് നിങ്ങൾ മുടക്കുന്ന 100% എമൗണ്ടും ഈ കുട്ടികൾക്ക് തന്നെ എത്തത്തക്ക രീതിയിൽ ഞങ്ങൾ 1 രൂപ പോലും അതിനകത്ത് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസിനെ ഒന്നും ഞങ്ങൾ 1 രൂപ പോലും എടുക്കാതെ 100% ഈ തുക അർഹതപ്പെട്ടവർക്ക് കിട്ടി അനേക കുഞ്ഞുങ്ങൾക്ക് പഠിച്ച് അവരുടെ ജീവിതം സക്സസ് ആക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തക്കവണ്ണം കഴിയും. അപ്പം നിങ്ങൾ ഒരുപാട് പേര് ആ ഒരു നല്ല തീരുമാനം എടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ അത് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, ഇനിയിപ്പം നഴ്സിംഗിന് മാത്രമല്ല, നിങ്ങൾക്ക് MBBS പഠിക്കാനോ മറ്റു കോഴ്സുകൾ പഠിക്കാനോ ഒക്കെ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് CPT-യുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരവസരം തരാൻ കഴിയും. ഓക്കെ, പിന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് പഠിക്കുന്ന കാര്യമാണ് ഇത്രയും സമയം പറഞ്ഞത്. ഇനിയിപ്പോ നഴ്സിംഗ് താല്പര്യമില്ലാത്ത കുട്ടികൾ, അപ്പൊ അതിൽ തന്നെ ഞാനൊന്ന് പറയാം.
നഴ്സിംഗ് താല്പര്യമില്ലാത്ത ഒരു 100 കുട്ടികളെ എൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് വരാമെങ്കിൽ ഞാൻ അവരോട് 1 മണിക്കൂർ സംസാരിക്കാമെങ്കിൽ അതിലൊരു 50-60 പേരെങ്കിലും പറയും എനിക്ക് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമാണ്. ഓക്കെ, ഇനിയിപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ സമയം എടുക്കാൻ ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാം. ഈ +2 കഴിയുന്ന കുട്ടികൾക്ക് നഴ്സിംഗ് മാത്രമല്ല മറ്റ് അവർക്ക് 100% ജോലി ലഭിക്കുന്ന ഒട്ടനവധി കോഴ്സുകളുണ്ട്. ഇപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു കോഴ്സാണ് അലൈഡ് ഹെൽത്ത് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കാർഡിയാക് കെയർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഇങ്ങനെയുള്ള ഒട്ടനവധി ഒരു 10-12 അലൈഡ് ഹെൽത്ത് കോഴ്സസ് ഉണ്ട്. ഈ അലൈഡ് ഹെൽത്ത് കോഴ്സസ് പഠിച്ചാലും നഴ്സിംഗ് പോലെ തന്നെ BSc ഒപ്റ്റോമെട്രി, ഒത്തിരി കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സുകളൊക്കെ പഠിച്ചാലും വിദ്യാർത്ഥികൾക്ക് 100% പ്ലേസ്മെന്റ് ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു കോഴ്സാണ് BCA. BCAയോടൊപ്പം ഇപ്പോഴ് ഒട്ടനവധി ആഡ് ഓൺ കോഴ്സുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, റോബോട്ടിക്സ്, മിഷൻ ലേണിംഗ്, പിന്നെ ഒരു BCAയുടെ ഉൾപ്പെടെ പഠിക്കാൻ പറ്റിയ 10-12ഓളം ആഡ് ഓൺ കോഴ്സുകളുണ്ട്. പിന്നെ മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് IBMനോടും മൈക്രോസോഫ്റ്റിനോടും ഇൻഫോസിസിനോടും അതുപോലെ തന്നെ വിപ്രോ ഉള്ള കമ്പനികളോട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് BCA കോഴ്സുകൾ പഠിപ്പിക്കുന്ന ചില മികവുറ്റ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഇന്ത്യയിലുണ്ട്. പ്രത്യേകിച്ച് കർണാടകയിലാണ് അത്തരത്തിലുള്ള കോളേജുകൾ ഉള്ളത്. മികച്ച യൂണിവേഴ്സിറ്റികളാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് BCA കോഴ്സ് പഠിക്കാമെങ്കിൽ കോഴ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് IBMലേക്കും നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിലേക്കും നിങ്ങൾക്ക് വിപ്രോയിലേക്കോ ഇൻഫോസിസിലേക്കോ പ്ലേസ്മെന്റ് ആ ക്യാമ്പസിൽ വേണ്ടി തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത്രയും നല്ല അവസരങ്ങളുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് പഠിക്കാവുന്ന മറ്റു കുറെ കോഴ്സുകൾ കൂടിയുണ്ട്. അപ്പൊ അതിൽ ഇപ്പോഴും പഠിക്കാൻ നല്ലൊരു കോഴ്സാണ് ലോജിസ്റ്റിക്സ്. പ്രത്യേകിച്ച് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖമൊക്കെ വരുന്നതുകൊണ്ട് നല്ലൊരു സാധ്യതയാണ് ലോജിസ്റ്റിക് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് BBMനൊപ്പം BBAക്കൊപ്പം ലോജിസ്റ്റിക്സ് നിങ്ങൾക്ക് പഠിക്കാം. അതോടെ തന്നെ BBAയോട് ചേർന്ന് പഠിക്കാവുന്ന ഒട്ടനവധി ആഡ് ഓൺ കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ഉള്ള BA വിത്ത് ക്രിമിനോളജി, സൈക്കോളജി, ജേർണലിസം, ഈ 3 കോഴ്സുകളും ഒരുമിച്ച് പഠിക്കാവുന്നത്. ക്രിമിനോളജിയും സൈക്കോളജിയും ജേർണലിസവും ഈ 3 കോഴ്സും കൂടി ഒരുമിച്ച് പഠിക്കാവുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഇങ്ങനെ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഒട്ടനവധി ഉണ്ട്. ആ കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്നതിനും അതിനെക്കുറിച്ചുള്ള അഡ്മിഷൻസും കുറഞ്ഞ ഫീസിൽ ലഭ്യമാകുന്നതിനുള്ള അവസരങ്ങളും ഒക്കെ തരാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു അവസരമാണ് വിദേശ മെഡിക്കൽ അഡ്മിഷൻ. ഇപ്പൊ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഫീസിൽ, അതായത് മെറിറ്റില് നിങ്ങൾ എൻട്രൻസ് ഒക്കെ എഴുതി മെറിറ്റ് അടിസ്ഥാനത്തിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതിനേക്കാളും കുറഞ്ഞ ചെലവില് നിങ്ങൾക്ക് വിദേശത്തുള്ള ഏറ്റവും മികച്ച കോളേജുകളില് ഇപ്പം ഗ്ലോബലി നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ MBBS പഠിക്കാനുള്ള അവസരവും ഈ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് USMLE അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് മെഡിക്കൽ ലൈസൻസിങ് എക്സാം, അപ്പൊ അതിനുള്ള കോച്ചിങ് കൂടി നൽകി നിങ്ങളുടെ MBBS പഠനം കഴിയുമ്പോൾ തന്നെ US പോകുന്നതിനോ അല്ലെങ്കിൽ UK പോയി അവിടെ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിച്ച് US അതല്ലെങ്കിൽ UK ഒക്കെ നിങ്ങൾക്കൊരു മെഡിക്കൽ പ്രാക്ടീഷണറായി ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. ഇനി ഇന്ത്യയിൽ മടങ്ങി വന്ന് ഇന്ത്യയിൽ ഡോക്ടർ ആകണമെങ്കിൽ നിങ്ങൾ ഇവിടെ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ട് വിദേശ രാജ്യത്ത് പോയി മെഡിസിൻ പഠിച്ച് ഇവിടെ വന്ന് നിങ്ങൾക്ക് വീണ്ടും ഒരു എക്സാം കൂടി എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലും ഡോക്ടർ ആകാം. അപ്പൊ ഇന്ത്യയിൽ ഡോക്ടർ ആണെങ്കിലും പറ്റും, വിദേശത്ത് ഡോക്ടർ ആകാനും വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് MBBS പഠിക്കാൻ തക്കൊണ്ട് കഴിയും. നല്ല മികച്ച അവസരങ്ങൾ നിങ്ങൾക്ക് നൽകി തരുവാൻ തക്കൊണ്ട് കഴിയും. ഇനി മറ്റൊരു കാര്യമാണ് ജർമ്മനിയിലേക്കുള്ള അവസരം.
ജർമ്മനിയിലേക്കുള്ള അവസരം തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രധാനമായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ജർമ്മൻ ലാംഗ്വേജിന്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ തുടങ്ങുകയാണ്. ആ ഫൗണ്ടേഷൻ കോഴ്സ് എല്ലാവർക്കും പഠിക്കാവുന്നതാണ്. ഒരു മാസത്തെ സമയമെടുത്താൽ ഏതൊരു വ്യക്തിക്കും പഠിക്കാം. ഇപ്പൊ ജർമ്മൻ ഭാഷ വായിക്കാനും എഴുതാനും മാത്രമല്ല, ഒരു ജർമ്മൻ ഭാഷയുടെ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പൊ അതിന് ഒരു മാസം നിങ്ങൾക്ക് ശ്രമിച്ചാൽ മതി. അത് സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാം, കോളേജ് വിദ്യാർത്ഥികൾക്ക് പറ്റും, നഴ്സുമാർക്ക് കഴിയും, ജർമ്മനിയിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പറ്റും, ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ മക്കൾക്ക് അത് പറ്റും. അപ്പൊ അങ്ങനെ ലക്ഷക്കണക്കിന് പേർക്ക് പ്രയോജനപ്പെടാവുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ജർമ്മൻ ലാംഗ്വേജ് ഫൗണ്ടേഷൻ പ്രോഗ്രാം. അപ്പൊ അതിന് നമ്മള് ഫാക്കൽറ്റിയുടെ സൗകര്യം കൂടി തരുന്ന പ്രോഗ്രാം ഉണ്ട്. ഫാക്കൽറ്റിയുടെ സൗകര്യം ഇല്ലാതെ കുറഞ്ഞ ഫീസിൽ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള അവസരങ്ങളും ഉണ്ട്. ഈ രണ്ട് അവസരങ്ങളും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. പിന്നെ ഞങ്ങള് A1, A2, B1, B2 കംപ്ലീറ്റും ഈ ഒരു സിസ്റ്റത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു 8ാം ക്ലാസ് മുതൽ തന്നെ കുറെ ജർമ്മൻ പഠിച്ചു തുടങ്ങാമെങ്കിൽ, ഇപ്പൊ 8ാം ക്ലാസ് മുതൽ പഠിക്കാൻ പറ്റാത്തവര് 10ാം ക്ലാസ് മുതലെങ്കിലും പഠിച്ചു തുടങ്ങാമെങ്കിൽ നിങ്ങൾക്ക് 12ാം ക്ലാസ് ആകുന്ന സമയം കൊണ്ട് തന്നെ ജർമ്മൻ ഭാഷയുടെ B2 കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയ എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്തുവാണെങ്കിൽ പിന്നെ നിങ്ങൾ കുട്ടികളെ ഒന്നെങ്കിൽ +2 കഴിയുമ്പോൾ തന്നെ ജർമ്മനിയിലേക്ക് പോകാം. ജർമ്മനിയിൽ ഇപ്പം 35ഓളം കോഴ്സുകൾ 1 രൂപ പോലും അവിടെ ഫീസ് കൊടുക്കാതെ പ്രതിമാസം ഒരു 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്റ്റൈപ്പൻഡ് വാങ്ങിക്കൊണ്ട് പഠിക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, +2 കഴിഞ്ഞു, നാട്ടിൽ തന്നെ ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കുക. ആ ഡിഗ്രി കോഴ്സ് പഠിക്കുമ്പോൾ ജർമ്മൻ ഭാഷയുടെ C1, C2 ലെവലുകൾ കൂടി ഡിഗ്രി പഠിക്കുന്ന 3 വർഷം കൊണ്ട് പഠിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ പഠിക്കാമെങ്കിൽ ജർമ്മന്റെ C2 ലെവൽ കഴിഞ്ഞ് നല്ല ഒരു ജർമ്മൻ ലാംഗ്വേജ് ഫാക്കൽറ്റി ആകാമെങ്കിൽ 1 മണിക്കൂറിന് 500 രൂപ മുതൽ 1000 രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. 1 മണിക്കൂറിന് 500 രൂപയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്കൊരു 3000-4000 രൂപ. 1 മണിക്കൂറിന് 1000 രൂപയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്കൊരു 6000 രൂപയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും നല്ല അവസരങ്ങള് ജർമ്മൻ ഭാഷ പഠിക്കുന്നത് വഴിയുണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെ നിങ്ങൾ ഏൺ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു 1-2 വർഷം വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് പൈസ ഏൺ ചെയ്ത് നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് പോയി പഠിക്കാനോ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാനോ നിങ്ങളുടെ പേരൻസിനെ അധികം ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫണ്ട് ഏൺ ചെയ്ത് നിങ്ങളുടെ സ്വന്തം ഫണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഈ ജർമ്മൻ ലാംഗ്വേജിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് പഠിച്ച് അങ്ങനെ ഒരു തുടക്കം വെച്ചാൽ മതി. ഇനി ജർമ്മൻ B2 കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഏറ്റവും ചെറിയ ഫീസിൽ ജർമ്മനിയിൽ 35ഓളം കോഴ്സുകളുടെ ഹോസ്പിറ്റൽ പ്രോഗ്രാം ചെയ്യാനും നിങ്ങൾക്ക് CPTയെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1 പൈസ പോലും ഫീസ് കൊടുക്കാതെ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ കഴിയും. നഴ്സുമാർക്കാണെങ്കിൽ ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആകാം. ആ പ്രോസസ്സിംഗ് ഞങ്ങൾ സൗജന്യമായിട്ട് ചെയ്തു തരുന്നുണ്ട്. 1 രൂപ പോലും നൽകണ്ട. ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനുള്ള ഫീസ് മാത്രം ഞങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ചെയ്തു നൽകുന്നത്. ലാംഗ്വേജ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാൻ കഴിയും. ഹോസ്റ്റൽ സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ ജർമ്മനിയിലെ അവസരങ്ങൾ ഏറ്റവും നല്ല അവസരങ്ങളാണ്. ഈ ജർമ്മൻ പഠനത്തിനും കുറച്ച് വിദ്യാർത്ഥികളെ സൗജന്യമായിട്ട് സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന് ഒരുപാട് അവസരങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയും പറയാനുള്ളത്, എങ്ങനെ നിങ്ങൾക്കൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആകാം. അപ്പൊ അത് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, ഫുൾ ടൈം ആയിട്ട് ചെയ്യാം. അപ്പൊ അതിന് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്
നിങ്ങൾക്കൊരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഉണ്ടാകണം. അതിലുപരി നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇപ്പൊ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കുറച്ച് പബ്ലിക്കുമായിട്ടൊക്കെ ഉള്ള കോണ്ടാക്റ്റും ഒക്കെ ഉണ്ടാകണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കരിയർ ആക്കി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആകുക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള ട്രെയിനിങ്ങുകളും സപ്പോർട്ടുകളും നിങ്ങൾക്ക് എങ്ങനെ അതിന്റെ ലൈസൻസുകൾ എടുക്കാം, എങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആകാം, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ സൗജന്യമായിട്ട് തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. പക്ഷെ സൗജന്യമായിട്ട് ചെയ്തു തരണമെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ ഒരു അഡ്മിഷനെങ്കിലും ഞങ്ങൾക്ക് റെഫർ ചെയ്ത്, അതല്ലെങ്കിൽ അതിന് പോലും പറ്റാത്തവർക്കൊന്നും തന്നിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈവനിങ് ഒരു കുട്ടിയെ ജർമ്മന്റെ ഫൗണ്ടേഷൻ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം ചെയ്താൽ പോലും മതി. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആകാൻ കഴിയും. വിദേശ രാജ്യങ്ങളിലേക്കുള്ള അഡ്മിഷൻസിന്റെ കൺസൾട്ടന്റ് ആകാനും ഇന്ത്യയിൽ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആകാനും നിങ്ങൾക്ക് കഴിയും. ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റിന് ഇപ്പം എനിക്കറിയുന്ന പല കൺസൾട്ടന്റുമാരും ഒരു മാസം 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ ഏൺ ചെയ്യുന്ന ധാരാളം എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റുമാരുണ്ട്. പ്രതിമാസം 10 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ ഏൺ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അത്രമാത്രം സ്കോപ്പുള്ള ഒരു മേഖലയാണ് ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആകുക എന്നുള്ളത്. അപ്പൊ അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ആ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആകാനുള്ള ട്രെയിനിങ്ങും സപ്പോർട്ടുകളും തന്ന് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടി നൽകി തരുന്നതിനുള്ള ആഗ്രഹങ്ങളുമുണ്ട്, താല്പര്യങ്ങളുമുണ്ട്, അവസരങ്ങളുണ്ട്. ഇനിയും ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞ് ഇന്നത്തെ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ കൺക്ലൂഷൻ വരെ പറയേണ്ടത്, +2 കഴിഞ്ഞ ഈ കുട്ടികൾക്ക് ഇന്ത്യക്കകത്താണെങ്കിലും വിദേശത്താണെങ്കിലും ഏത് കോഴ്സുകൾ പഠിക്കുന്നതിലും നിങ്ങൾക്ക് CPTയുടെ സേവനം ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സേവനം നൽകി തരുവാൻ ഞങ്ങൾക്ക് കഴിയും. ഇനി നിങ്ങൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നതിനോ ജർമ്മൻ സംബന്ധമായ കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് CPTയുടെ സേവനം ഉപയോഗപ്പെടുത്താം. നിങ്ങൾക്കൊരു വിദേശ രാജ്യത്ത് MBBS പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് CPTയുടെ സേവനം ഉപയോഗപ്പെടുത്താം. നിങ്ങൾക്കൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി CPTയുടെ സേവനം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ലഭിക്കാന്, കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാന്, ജർമ്മൻ പഠിക്കാന്, അല്ലെങ്കിൽ ജർമ്മന്റെ ഫൗണ്ടേഷൻ കോഴ്സ് പഠിക്കാന്, വിദേശ MBBS കോഴ്സ് പഠിക്കാന്, വിദേശ അഡ്മിഷൻസിന്റെ കാര്യത്തില്, നഴ്സിംഗ് അഡ്മിഷന്റെ കാര്യം, നഴ്സിംഗിന്റെ സ്പോൺസർഷിപ്പ് ലഭിക്കാന്, ഇനി നഴ്സുമാർക്ക് ജർമ്മനിയിലേക്ക് പോകേണ്ട കാര്യങ്ങൾക്ക്, ഇതിനെല്ലാറ്റിനും വേണ്ടി നിങ്ങൾക്ക് CPTയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നതിനുള്ള മൊബൈൽ നമ്പറും വാട്സാപ്പ് നമ്പറും, അതുപോലെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റിന്റെയും യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് പേജസ് ഉണ്ട്. ഇതിന്റെ എല്ലാം ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് എടുത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി, ആ വെബ്സൈറ്റിൽ ഇതിനുള്ള ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനൊക്കെ കഴിയും. ഈ സൗകര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം അറിയിക്കുന്നു. +2 ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നഴ്സിംഗ് പഠിക്കാം. പഠനം കഴിഞ്ഞാൽ 2.5 മുതൽ 3 ലക്ഷം രൂപ വരെ സാലറി, വിദേശത്ത് ജോലി ലഭിക്കുവാൻ അവസരമുണ്ട്. ജനറൽ നഴ്സിംഗ് അഥവാ GNM എന്ന കോഴ്സ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും പഠിക്കാവുന്നതാണ്. സാമ്പത്തിക പ്രയാസമുള്ളവർക്ക് പഠനത്തിന് ആവശ്യമായ മുഴുവൻ തുകയും വിദ്യാഭ്യാസ വായ്പ ലഭ്യമാണ്. ജനറൽ നഴ്സിംഗ് പഠനത്തിന് ശേഷം താല്പര്യമെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, PhD നഴ്സിംഗ് പഠിക്കുന്നതിനും അവസരങ്ങളുണ്ട്. UK, കാനഡ, ജർമ്മനി, ഓസ്ട്രിയ, ബെൽജിയം, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ മിക്ക രാജ്യങ്ങളിലും BSc നഴ്സിംഗിനും ജനറൽ നഴ്സിംഗിനും തുല്യ അവസരങ്ങളാണ് നൽകുന്നത്. ഇപ്പോൾ മുതൽ തന്നെ ജർമ്മൻ ഭാഷ പഠിച്ചു തുടങ്ങാമെങ്കിൽ ജനറൽ നഴ്സിംഗ് പഠനം കഴിയുമ്പോൾ ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആകുവാനും അവസരം ലഭിക്കും. +2 പരീക്ഷ കഴിയുവാൻ കാത്തു നിൽക്കേണ്ടതില്ല. മാർഗനിർദ്ദേശങ്ങൾക്കായി CPTE ജർമ്മൻ ലാംഗ്വേജ് അക്കാദമിയുമായി ബന്ധപ്പെടുക.
ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.